പോയി. ഈമാൻ തെറ്റിയ കള്ളത്തൊരീക്കത്തുകാരുണ്ട്, അതിലും നമ്മൾ കൂടിപ്പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ പലരിലും ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എൻ്റെ ദർസിൽ നിന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കി. ആ കുട്ടിയുടെ വാദം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സിയമിലെത്തിയിരിക്കുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിർത്തി. എന്താ നിർത്താൻ കാരണം? ആ കുട്ടി കുരുവട്ടൂര് ഹാഫിദ് എന്ന് പറയുന്ന ആളുമായി ബന്ധമുള്ള ആളാണ്. എപ്പോഴും നൗഷാദ് മുസ്ലിയർക്ക് ഫോൺ ചെയ്യുന്ന ആളാണ്. എനിക്കതിന് താല്പര്യമില്ല. ഞാനതിനോട് വിയോജിപ്പ് പലപ്പോഴും കുട്ടികളോട് പറഞ്ഞതാണ്. പക്ഷേ കുട്ടികളല്ലേ, നന്നാവും എന്നുള്ളതിലേക്ക് 6 കൊല്ലത്തോളം ഞാൻ പോറ്റി. ആ പേരിൽ ഞാൻ ചീത്തപ്പേര് വരെ കേൾക്കേണ്ടി വന്നു. നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അങ്ങനെ ആ കുട്ടി പിന്നെ അവസാനം വാദിച്ചത് CM വലിയുള്ള മുത്തുനബിയാണ് എന്നാണ്. CM വലിയുള്ള മുത്തുനബിയാണെന്ന് വാദിച്ചു. എന്നിട്ട് അത് മാത്രമല്ല, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാണ് CMനോട് സലാം പറയേണ്ടത്. റസൂലുള്ളാഹിക്ക് സലാം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മുസീബത്താണ്. ഇസ്ലാം എന്ന് പുറത്തു പോവില്ലേ? CM വലിയുള്ള ഒരാളെ ശരീരത്തിൽ വന്ന് ഇറങ്ങുകയോ അല്ല അള്ളാന്റെ റസൂൽ വന്ന് ഇറങ്ങുകയോ വല്ലാത്തൊരു കഷ്ടതയായിപ്പോയി സഹോദരങ്ങളെ. റിസാലത്ത് തന്നെ എന്തോ ആയിപ്പോയില്ലേ? എന്താണ് റിസാലത്ത് എന്ന് ആ കുട്ടിക്ക് അറിയുമോ? പഠിച്ചിട്ടില്ല. ഞാൻ ആ കുട്ടിയെ ഒഴിവാക്കി. അതിനെതിർത്തുകൊണ്ട് തുയ്യൂരന്റെ എതിരിൽ പ്രസംഗിച്ചോ സഹോദര, പ്രസംഗിച്ചോ, ഇഷ്ടം പോലെ പ്രസംഗിച്ചോ. ഞങ്ങൾക്ക് ആ കുട്ടികളുമായി ബന്ധമില്ല, ഞങ്ങൾ ആ കുട്ടികളുമായി ഒരു പരിചയമില്ല, ഞങ്ങൾ ആ കുട്ടികളുമായി ഒരു അറിവില്ല. നിങ്ങൾക്കറിയുമോ യാഥാർത്ഥ്യം? 2 പ്രാവശ്യം ഹാഫിളിന്റെ അരികിൽ അതിന് മുമ്പ് പോയി തബറുക്ക് വാങ്ങിയവനാണ് ആ കുട്ടി. എന്നിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല. പച്ചക്കള്ളം. നൗഷാദിന് 100 കണക്കിന് വട്ടം ഫോൺ ചെയ്തവനാണ് ആ കുട്ടി. നിങ്ങളല്ലേ 6 കൊല്ലം പഠിപ്പിച്ചത്? നിങ്ങൾ പഠിപ്പിച്ചു കാണും അള്ളാഹുവിന്റെ റസൂലാണ് CM എന്നാണ് തൊയ്യൂർ എന്നോട് ചോദിച്ചത്. ആര് പഠിപ്പിക്കുമെന്ന്? പഠിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മാത്രമാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. ആ കുട്ടിയെ പേറി നടക്കുന്നില്ലേ ഇപ്പോഴും നിങ്ങൾ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെന്ന് ധാരണ ഞങ്ങളെ മനസ്സിൽ വരാനുള്ള കാരണം. വെറുതെ വന്നതല്ല. അള്ളാഹുവിന്റെ റസൂലാണത്രേ CM വലിയ മഹാനാണ്. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് പേരോട് സാധനം തർക്കമില്ല, പൊന്മുള സാധനം തർക്കമില്ല. പക്ഷേ CMന്റെ സ്റ്റേജുകൾ ഏത് എന്നതിൽ പണ്ഡിതന്മാരുടെ തർക്കമുണ്ട് എന്നല്ലാതെ വലിയാണെന്നതിലോ മഹാനാണെന്നതിലോ ആർക്കും തർക്കമില്ല. സുന്നികളായ ഒരു മനുഷ്യനും തർക്കമില്ല. AP EK എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് CM വലിയുല്ലാഹി. പക്ഷേ CM വലിയുല്ലാഹിയുടെ ഈ സ്വഭാവം ഏത്? റിസാലത്ത്, റസൂലുള്ളാഹിന്റെ റിസാലത്തുണ്ടെന്ന വിശ്വാസം അത് ഈ കുട്ടിയിലുണ്ടായതുകൊണ്ട് ഞാൻ ഒഴിവാക്കി എന്ന് എന്റെ അരികിൽ നിന്നുള്ള വിവരം വ്യക്തമായി എത്തിയിട്ടും ആ കുട്ടിയെ പേറി നടക്കുമ്പോൾ, ആ കുട്ടിയെ ന്യായീകരിക്കുമ്പോൾ, എന്തിനീ പാവപ്പെട്ട കുട്ടികളെ ദർസിൽ നിന്ന് പുറത്താക്കി എന്ന് പൊതുജന മധ്യേ ചോദ്യം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അതേ വിശ്വാസം വെച്ച് പുലർത്തുന്നു നിങ്ങൾ എന്നതല്ലാതെ പിന്നെ എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? അള്ളാഹു എന്ന് പറയുന്ന ഒരു ലോകം, അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയും മുത്തുനബി എന്ന് പറയുന്ന ഒരു തൗഹീദ് ഇവിടെ കൊണ്ടുവന്നവരുമുണ്ട്. അവരുടെ മക്കളാണ് CM വലിയുല്ലാഹി അടക്കമുള്ളവർ. ജീലാനി തങ്ങൾ, റിഫായി തങ്ങൾ, ഹാജാ തങ്ങൾ, മഖ്ദൂം തങ്ങൾ, ഉമർ ഖാലി തങ്ങൾ അവരുടെ പിന്നിലാണ്. ആ തൗഹീദാണ് ഇവിടെ പഠിച്ചത്. മുത്തുനബി അള്ളാഹിന്റെ റസൂല്. ചിലര് അള്ളാഹു തന്നെയാണ് മുത്തുനബി. അങ്ങനെ ഒരു കൂട്ടര് അള്ളാഹ് മുത്തുനബിയിൽ. അത് ഹുലൂൽ ഇത്തിഹാദിന്റെ വാദം എന്ന് പറയും, അവതാരവാദം. ചിലരോ അതുമല്ല, ചില ആളുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ ലോകം അങ്ങനെ പറയുന്ന നൂരിശക്കാരിൽപ്പെട്ട ചിലരിൽ നിന്ന് ഞാൻ കേട്ട പ്രസംഗമാണത്. ഈ ലോകം അല്ലാഹു തന്നെയാണ്.